എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. ജൂലിയുടെ കാര്യം പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേരെന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ലോങ് വീഡിയോ അല്ല, കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. കമൻറ്റുകളുടെ ഒരു പ്രവാഹമായിരുന്നു കേട്ടോ. ആ കമൻറ്റുകൾക്കൊക്കെ എല്ലാവർക്കും അതിൽ നിന്നും എനിക്ക് കുറേ പേര് ഈ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അതിലെനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. 100 പേരുണ്ടെങ്കിൽ 50 പേർക്കെങ്കിലും ഇവരെയൊക്കെ ഇഷ്ടമുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യണത് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും മനസ്സ് മാറി അവർക്ക് ഇവരോടൊക്കെ ഒരു സ്നേഹം തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യണത്. പണ്ടൊക്കെ വീഡിയോ ഇടുമ്പോൾ ഒരു കമൻറ്റ് പോലും എനിക്ക് വരാറില്ല കേട്ടോ. ഒരു കമൻറ്റ് കാണാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല കമൻറ്റ് 100 നല്ല കമൻറ്റ് ഉണ്ടെങ്കിൽ ഒരു പൊട്ട കമൻറ്റ് വരാറുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഞാൻ അതിനും മറുപടി കൊടുക്കും. ചിലർ പറയും അതിനൊന്നും മറുപടി കൊടുക്കണ്ട, നല്ലതിനും ചീത്തയ്ക്കും നമ്മൾ മറുപടി പറയണമല്ലോ. അങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്ക് കേട്ടോ. അതുകൊണ്ടാണ് അതിനൊക്കെ മറുപടി കൊടുക്കുന്നത്. അല്ലാണ്ട് അങ്ങനത്തെ മറുപടി കണ്ടിട്ട് വിഷമം ഉണ്ടായിട്ടല്ല കേട്ടോ. ഞാൻ വിഷമിക്കണ്ടെന്ന് എനിക്ക് കമൻറ്റ് വരാറുണ്ട്. എനിക്ക് ഒട്ടും വിഷമമില്ല കേട്ടോ. അങ്ങനത്തെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. നല്ലവരും ചീത്തവരും ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതിന് തെളിവുകളായിട്ടാണ് എനിക്ക് ആ കമൻറ്റുകളൊക്കെ തോന്നാറുള്ളത്. പിന്നെ ജൂലിക്കുട്ടി നടന്ന വഴികൾ, അവളുടെ പാത്രം, അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ശരിയാണ്, ആ വഴി കാണുമ്പോൾ അവൾ ഓടി വരുന്നത് പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കോ അവളെ ഇത്രയും നാൾ അടുത്തറിഞ്ഞ് കുഞ്ഞിലേ തന്നെ അവളുടെ അമ്മ എനിക്ക് കൊണ്ട് തന്നതാണ്. അവളെ ഞാൻ നോക്കി, അവൾ എന്തെല്ലാം കുരുത്തക്കേട് ചെയ്തു, എന്തുമാത്രം ചെരുപ്പുകൾ ആൾക്കാരുടെ കൊണ്ടുവന്നു. പക്ഷേ അവൾ ഓരോ ചെരുപ്പും കൊണ്ടുവരുമ്പോഴും അത് കടിച്ച് കീറാതെ ഒന്നും കൊണ്ടുവന്നാൽ 2 കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം എടുത്ത് ഇവിടെ ഒരു മതിലുണ്ട്, ആൾത്താമസമില്ലാത്ത വീടിൻ്റെ, അവിടെ വെക്കും. എന്നിട്ട് വരുന്നവരോടൊക്കെ പറയും നിങ്ങളുടെ ചെരുപ്പ് ഇവിടെ ഉണ്ട്, നോക്കിയെടുത്തോളൂ എന്ന് പറയും. അപ്പോൾ മിക്കവാറും രാവിലെ തന്നെ ആൻറ്റി ചെരുപ്പുണ്ടോ എന്ന് ചോദിച്ച് കുട്ടികൾ ഇവിടെ വരാറുണ്ട്. അവരെ ഷൂ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കേട്ടോ. അങ്ങനെ ആ ദിവസമൊക്കെ ഞാൻ ആലോചിക്കും. അപ്പോൾ ഞാൻ പറയും 2 ഇവിടെ ഉണ്ട്, അപ്പോൾ അവൾ കടിച്ചൊന്നും കീറിയിട്ടില്ല, നിങ്ങൾ ആരും അവളെ ഉപദ്രവിക്കരുത്, കുറച്ച് വലുതാകുമ്പോൾ അവൾ നേരെ ആയിക്കോളും, അവളൊന്നും ചെയ്യില്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അവരോട്. അങ്ങനെ അതെല്ലാം ഞാൻ ഓർക്കൂട്ടോ. അവൾ എന്തെല്ലാം എനിക്ക് കൊണ്ടുവന്നു. ക്രിസ്മസ് സമയത്തൊരു നക്ഷത്രം എവിടുന്നോ കിട്ടിയത് കൊണ്ടുവന്ന് തന്നു. പിന്നെ ഏതോ ഒരു വീട്ടിലെ സ്റ്റീൽ പ്ലേറ്റ് പള്ളിയിലത്തെ തോന്നുന്നു ഒരു ദിവസം കൊണ്ടുവന്നു. പള്ളിയിൽ കഞ്ഞി കൊടുക്കുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ തോന്നുന്നുണ്ട്. പക്ഷേ അത് തിരിച്ചവർക്ക് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും അവളത് പുഴയിലേക്ക് തട്ടിയിട്ട് അത് ഒഴുകിപ്പോയി. അങ്ങനെ എന്തെല്ലാം അവളുടെ കുസൃതികൾ, അതെല്ലാം ഞാൻ എപ്പോഴും ഓർക്കും. എല്ലാ ദിവസവും രാത്രി അത് ഓർക്കും കേട്ടോ. അതെല്ലാം ഓർത്ത് കുറേ നേരം ഞാൻ കരഞ്ഞു. എല്ലാ ദിവസവും കരയും, എന്നിട്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്, കാരണം നിങ്ങൾ വീഡിയോയിൽ കൂടി അവളെ കാണുന്നതാണ്. പക്ഷേ എൻ്റെ സങ്കടം, ഞാൻ അവളെ അടുത്ത് കണ്ടിരുന്നതാണ്. അവൾ എന്നോട് എത്ര സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് ദിവസങ്ങൾ തള്ളി നിൽക്കണമെന്ന് എനിക്കേ അറിയുള്ളൂ. കുറേ ദിവസങ്ങൾ കഴിയണം അവളെ മറക്കാൻ. അവളെ അങ്ങനെ മറക്കാൻ പറ്റില്ല എനിക്ക്. എങ്കിൽ കൂടി കുറേ ദിവസങ്ങൾ, മനുഷ്യനാണല്ലോ, മറവിയിലേക്ക് പോകും. എങ്കിലും എന്നും എൻ്റെ മനസ്സിൽ അവളുണ്ടാവും. അതിലും സങ്കടമാണ് ചിണ്ടന്. അവൻ പോയിട്ട് അവളുടെ പാത്രം മണത്ത് നോക്കും. അവൾ സാധാരണ പുറകുവശത്ത് കിടക്കാറുണ്ട് ഒരു സ്ഥലം, അവിടെ എപ്പോഴും അവളുടെ മണമുണ്ട്. അവിടെ പോയി മണത്ത് നോക്കും, എന്നിട്ട് എല്ലായിടത്തും നോക്കും. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായിരുന്നു കേട്ടോ. മിന്നും ജൂലിയും നല്ല വഴക്കായിരുന്നു. മിന്നുവിനെ ജൂലിക്ക് ഒട്ടും ഇഷ്ടമല്ല. മിന്നുവിൻ്റെ സ്വഭാവം അവൾക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. മിന്നു എല്ലാവരും ഉപദ്രവിക്കുമല്ലോ, അതുകൊണ്ട് ഇവനായിട്ട് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവനും അങ്ങനെ കുറേ ദിവസം വിഷമിച്ച് എല്ലാ സ്ഥലത്തും അവനും അന്വേഷിച്ച് നടക്കണ പോലെ തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. ഇനി എനിക്ക് തോന്നണതാണോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാനപ്പോൾ ജൂലി ഒന്ന് കാണണമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ അവളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ആൾക്കാരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കോട്ടോ. അവളെ എവിടെ പോവും, തിരിച്ചു കൊണ്ടുവരുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അവളെ ഒരു ഷെൽട്ടർ ഹോമിലാക്കാനാണ് പോണത്. സജിത്ര മാഡത്തിൻ്റെ അവർ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ വൈറ്റിലെ പൊന്നുരുന്നിയിൽ ഡോക്ടർ സൂ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് അവളുള്ളത്. ട്രീറ്റ്മെൻറ്റൊക്കെ നന്നായിട്ട് നടക്കണം. അവൾ ശരിയായി വരും എന്നാണ് അവർ പറയണത്. അതിന് ശേഷം അവളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. പിന്നെ അവളെ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ അവളെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എൻ്റെ കാലിപ്പോഴും സുഖമായിട്ടില്ല. എങ്കിലും എൻ്റെ വയ്യാത്ത കാലും വെച്ച് ഞാൻ പോയി. എനിക്ക് അവളെ കാണണമല്ലോ, പിന്നെ ഒരിക്കലും അവളെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ പക്ഷെ അവർ പറഞ്ഞു 3 മണിയൊക്കെ ആകുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇടിവെട്ടും മഴയും വരുന്നതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പോയത്. അപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതിനുശേഷം അവളെ കാണാതെ നിരാശയായിട്ട് തിരിച്ചു പോന്നു. പിന്നെ അവൾക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരു എന്താ പറയുക, അവരുടെ ഓരോ നിമിഷത്തിലും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അവർ എപ്പോഴും വീഡിയോ കണ്ട് ജൂലിയുടെ കാര്യങ്ങളിങ്ങനെ അന്വേഷിക്കുന്നത്. ഓരോരുത്തരുടെ മനസ്സിലും അവളുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും നന്മകൾ ഉണ്ടാവട്ടെ.
എപ്പോഴും എന്നും നല്ലത് വരട്ടെ. സഹജീവികളെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നിട്ടും അങ്ങനെ ഓരോരുത്തർക്കൊക്കെ ഓരോന്ന് പറ്റുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അതൊക്കെ അവരുടെ നിയോഗമായിരിക്കും, പറയാൻ പറ്റില്ല. എങ്കിലും അവർക്ക് ഇത്രയും ജീവികളെ സ്നേഹിച്ചല്ലോ എന്നുള്ളൊരു സമാധാനത്തിലായിരിക്കും അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വിധി പോലെയാണല്ലോ നമുക്ക് എപ്പോഴും സംഭവിക്കുള്ളൂ. നമുക്ക് ഇവരെയൊക്കെ സ്നേഹിച്ചിട്ട് നമുക്കൊന്നും കിട്ടില്ല എന്ന് വെച്ചിട്ട് ഇവരെ ദ്രോഹിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ഇവരെപ്പോലുള്ളവരെ എന്നും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് പോയിട്ട് എൻ്റെ മുട്ടുകാല് പോയി. അപ്പം എന്നോട് ഒരാൾ ചോദിച്ചു, കണ്ടോ പട്ടിയുടെ പുറകെ നടന്നിട്ട് ഇപ്പം എന്തായി, അവനെൻ്റെ മുട്ട് പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, എൻ്റെ മുട്ട് പോയെങ്കിലും അവളെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. മൃഗങ്ങളെയൊക്കെ ഇഷ്ടമായിരുന്നെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും, ഇവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരും എന്നൊന്നും എനിക്ക് കഷ്ടമല്ല, എനിക്കത് കഷ്ടപ്പാടായിട്ട് തോന്നാറില്ല കേട്ടോ. എനിക്കത് വളരെ ഇഷ്ടത്തോടെ തന്നെയാണ് ഞാൻ ചെയ്യണത്. അപ്പം അങ്ങനെ എനിക്ക് സംഭവിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. അതൊക്കെ എൻ്റെ നിയോഗങ്ങളായിട്ട് ഞാൻ കണക്കാക്കണം. ഇനി ആർക്കും ഫുഡ് കൊടുക്കരുത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു, ലോഗ് വന്നാൽ കൊടുക്കരുത്. പക്ഷേ എൻ്റെ മനസ്സലിയും, ഇതുപോലെ ചെറിയ പട്ടിക്കുട്ടികൾ വന്നാൽ ഇനിയും ഞാൻ ഫുഡ് കൊടുക്കും. കണ്ടവൻ്റെ ചെടി തിന്നാൻ വന്നിരിക്കുന്ന ഒരു കള്ളനെ ഇപ്പോൾ ചിണ്ടം കണ്ടാൽ മതി, ഇപ്പം അതിനെ പിടിക്കും. അവനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖിച്ചിരിക്കാൻ പറ്റില്ല. വേറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, നമ്മുടെ ജീവിതം മുന്നിലുണ്ട്. എൻ്റെ മോളുടെ ഡെലിവറിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ നോക്കണം. എന്നെ അന്വേഷിച്ചൊരാൾ വന്നിട്ടുണ്ട്, ഒരു പ്രാവ്. ഇപ്പോൾ എല്ലാ ദിവസവും അവൾക്ക് അരി കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് വന്നേക്കണത്. ഞാൻ അവിടെ അരി വെച്ചേക്കും, ചിണ്ടം കാണാതെയാണ് കൊടുക്കുക. അപ്പോൾ അവളെ അന്വേഷിച്ച് വന്നേക്കാണ്. എന്താ അരിയൊന്നും വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആർക്കും ഒന്നും കൊടുക്കില്ല, നോക്കില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എൻ്റെ മനസ്സ് എന്നെ അതിനനുവദിക്കില്ല കേട്ടോ. ഞാൻ ചെടികളുടെ വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ജോലി പ്രശ്നം എൻ്റെ മനസ്സിൽ വല്ലാതെ കിടക്കണോണ്ട് ഒന്നും നടക്കണില്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഈ ജോലിയുടെ അപ്ഡേഷനാണ്. ഇനി ജോലിയെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരെനിക്ക് വല്ല വീഡിയോ അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ പിന്നെ ഡോക്ടർ സൂയിൽ പോയ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സഹജീവികളെ സ്നേഹിക്കുക, ജീവജാലങ്ങളെയും ചെടികളെയും പൂക്കളെയും എല്ലാവരെയും, ജീവജാലം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെട്ടുല്ലോ അല്ലേ, എല്ലാവരെയും സ്നേഹിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും ടാറ്റാ.